എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കരുവാറ്റ ജലോത്സവത്തെക്കുറിച്ചാണ്. കേരളത്തിലെ അതിപ്രശസ്തമായ ജലോത്സവങ്ങളിലൊന്നാണ് കരുവാറ്റ ജലോത്സവം. ഇത് വാർഷികമായി നടത്തപ്പെടുന്നത് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട കരുവാറ്റ ഗ്രാമത്തിലെ ലീഡിംഗ് ചാനലിൽ വെച്ചാണ്. അതിനെ കരുവാറ്റ ജലോത്സവം, കരുവാറ്റ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജലോത്സവം തുടങ്ങിയ നിരവധി പേരുകളിൽ ഇത് നിലവിൽ അറിയപ്പെടുന്നു. ഈ ലീഡിംഗ് ചാനലിൽ നടക്കുന്ന ജലോത്സവം 1966 ആദ്യമായി നടന്നപ്പോൾ അന്ന് പ്രധാനമായും ആ ജലോത്സവത്തിൽ പങ്കെടുത്തത് ഉപ്പുവള്ളങ്ങൾ, ഓടിവള്ളങ്ങൾ, ചുരുളൻ വള്ളങ്ങൾ തുടങ്ങിയവയായിരുന്നു. പക്ഷെ നിലവിൽ ഇത് കേരള സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ കരുവാറ്റ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജലോത്സവം എന്ന പേരിലാണ് നടത്തുന്നത്. നിലവിൽ ഇത് ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്ന മത്സരം കൂടിയാണ്. ഈ വർഷം നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കരുവാറ്റ ജലോത്സവത്തിൽ ജേതാവായത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി തൊഴിഞ്ഞ വിയ്യപുരം ചുണ്ടനാണ്. ഫൈനലിൽ ഈ വർഷം നടന്ന 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കരുവാറ്റ ഫൈനലിൽ വിയ്യപുരം ചുണ്ടൻ, അതായത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി തൊഴിഞ്ഞ വിയ്യപുരം ചുണ്ടൻ, വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തൊഴിഞ്ഞ മേൽപ്പാടം ചുണ്ടനെയും PBC പുന്നമട തൊഴിഞ്ഞ നടുഭാഗം ചുണ്ടനെയും പിന്നിലാക്കിയാണ് കരുവാറ്റ CBL ജേതാക്കളായത്. കരുവാറ്റ CBL വിജയികളായ വിയ്യപുരം ചുണ്ടന് കരുവാറ്റ ജലോത്സവത്തിന് 1ാം സ്ഥാനക്കാർക്കുള്ള 5 ലക്ഷം രൂപയാണ് കരുവാറ്റയിൽ ലഭിച്ചത്. മേൽപ്പാടം ചുണ്ടൻ 2ാം സ്ഥാനം നേടിയ 2ാം സ്ഥാനക്കാർക്കും 3ാം സ്ഥാനക്കാർക്കും 3 ലക്ഷം രൂപയും ഓരോ ലക്ഷം രൂപയും കരുവാറ്റ ജലോത്സവത്തിൽ ലഭിച്ചത്. ഈ ലീഡിംഗ് ചാനൽ, കരുവാറ്റ ലീഡിംഗ് ചാനലിന് ധാരാളം കഥകൾ പറയാനുണ്ട്. കുട്ടനാട്ടിലെ പ്രളയകാലത്ത് പമ്പ, അച്ചൻകോവിൽ, മണിമല ഈ 3 നദികളിൽ കൂടി വരുന്ന പ്രളയജലം അറബിക്കടലിലേക്ക് സുഗമമായി ഒഴുക്കിവിടുന്നതിനായി 1953 മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയ ഒരു കനാലാണ് ഈ ലീഡിംഗ് ചാനൽ. അതായത് കരുവാറ്റ ഗ്രാമത്തിനോടും സമീപമായി തോട്ടപ്പള്ളി കരുവാറ്റ ഗ്രാമങ്ങളോട് ചേർന്നുള്ള പാഡി ഫീൽഡ്സ്, അതായത് നമ്മളുടെ കൃഷിപ്പാടങ്ങൾ മനുഷ്യനിർമ്മിതമായി ചെളി കോരിമാറ്റി ഉണ്ടാക്കിയ ലീഡിംഗ് ചാനലിനെയാണ് നമ്മൾ ഈ കരുവാറ്റ തോട്ടപ്പള്ളി ലീഡിംഗ് ചാനൽ എന്ന് സാധാരണയായി വിളിക്കുന്നത്. നിങ്ങൾ ദേശീയപാതയിൽ കൂടി, അതായത് NH66 നിലവിൽ ദേശീയപാത, അതായത് അമ്പലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് NH66 കൂടെ യാത്ര ചെയ്താൽ, അതായത് പഴയ NH47, നിങ്ങൾക്ക് തോട്ടപ്പള്ളി സ്പിൽവേ പാലം കാണാനായി സാധിക്കുന്നതായിരിക്കും. ഈ തോട്ടപ്പള്ളി സ്പിൽവേ പാലം ലീഡിംഗ് ചാനലിന്റെ മുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് ഈ വള്ളംകളി കിടക്കുന്ന ലീഡിംഗ് ചാനലിൽ നിന്ന് അറബിക്കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ചാനലാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അറബിക്കടലിൽ ചെന്നു ചേരുന്നതായി കാണുന്ന ലീഡിംഗ് ചാനൽ. ഈ ലീഡിംഗ് ചാനൽ ജലോത്സവം സാധാരണയായി കരുവാറ്റ ഗ്രാമത്തിൽ നടക്കുന്നത് തൈ വൈപ്പിൻ കടവ് മുതൽ സെന്റ് ജോസഫ്സ് ചർച്ച് വരെയാണ്. സെന്റ് ജോസഫ്സ് ചർച്ച് കരുവാറ്റയ്ക്ക് മുൻപിലായി സ്ഥിരമായി ഒരു ജലോത്സവ പൗലിയനും അവിടെ ഉണ്ട്. കേരളത്തിലെ പ്രശസ്തമായ പല വള്ളങ്ങളും, പല ചുണ്ടൻ വള്ളങ്ങളും വെപ്പുവള്ളങ്ങളും ഈ കരുവാറ്റ ജലോത്സവത്തിൽ 1966 മുതൽ പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ 2025 നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കരുവാറ്റ ജലോത്സവത്തിൽ 9 ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുത്തത്. അതായത് ഫൈനലിൽ ജേതാക്കളായ വിയ്യപുരം ചുണ്ടൻ, വേറെയുള്ള 8 ചുണ്ടൻ വള്ളങ്ങൾ താഴെ പറയുന്നു: മേൽപ്പാടം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, നടുവിലെ പറമ്പൻ ചുണ്ടൻ, അതുപോലെ തന്നെ ഇരണം ചുണ്ടൻ, അതുപോലെ തന്നെ കാരിച്ചാൽ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, അതുപോലെ തന്നെ നമ്മളുടെ ചെറുതന ചുണ്ടൻ, അതുപോലെ തന്നെ പായിപ്പാടൻ ചുണ്ടൻ, ഈ തുടങ്ങിയ 9 ചുണ്ടൻ വള്ളങ്ങളാണ് 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കരുവാറ്റ ജലോത്സവത്തിൽ പങ്കെടുത്തത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജലോത്സവങ്ങളിൽ തലയെടുപ്പുള്ള ഒരു ജലോത്സവമാണ് കരുവാറ്റ ജലോത്സവം. അതായത് മാത്രമല്ല, ഈയിടെ ഈ ജലോത്സവം നടക്കുന്ന ലീഡിംഗ് ചാനൽ ഒരു പ്രശസ്തമായ പാലം പണിയുമായി ബന്ധപ്പെട്ട് അതിപ്രശസ്തമായി. അതായത് ഈ കരുവാറ്റ ജലോത്സവം നടക്കുന്ന ലീഡിംഗ് ചാനലിന് കുറുകെ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രശസ്തമായ പാലം നിർമ്മിച്ചു. 4 ചിറ പാലം എന്നാണ് അതിന്റെ പേര്. കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് ആ 4 ചിറ ബ്രിഡ്ജ്. അതായത് നമ്മളുടെ സാധാരണയായി നമ്മൾ കാണുന്ന പാലങ്ങൾ, കോൺക്രീറ്റ് പാലങ്ങൾ, റോഡിൽ കാണുന്ന കോൺക്രീറ്റ് പാലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ തൂക്കുപാലങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ സാധാരണ കോൺക്രീറ്റ് പാലങ്ങളുടെയും തൂക്കുപാലങ്ങളെ നമ്മൾ ടെക്നിക്കൽ നെയിമിൽ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും സംയോജിത രൂപമാണ് ഈ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. അതായത് നമ്മളുടെ തൂക്കുപാലങ്ങൾ പോലെ തന്നെ ഈ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് നമ്മൾ ഉരുക്ക് വടങ്ങൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കും. അതായത് കായലിൽ, ആറ്റിലോ നടുഭാഗങ്ങളിൽ ആറ്റിൽ തൂണ് കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, വീതി കൂടുതൽ വേണ്ട സ്ഥലങ്ങളിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ന്യൂ ജനറേഷൻ പാലമാണ് എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. അതായത് സാധാരണ കോൺക്രീറ്റ് പാലങ്ങളുടെയും
തൂക്കുപാലങ്ങളുടെയും സംയോജിത രൂപം. ആകാശ ദൃശ്യത്തിൽ ഈ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം ഒരു പക്ഷി ചിറക് പോലെയാണ് ഇരിക്കുന്നത്. അതായത് ലീഡിംഗ് ചാനൽ 1953 മനുഷ്യനിർമ്മിതമായി നിർമ്മിച്ചു. കരുവാറ്റ ജലോത്സവം 1966 ലീഡിംഗ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കേരളത്തിനെക്കുറിച്ച് പല കഥകൾ പറയുന്ന, ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പല കഥകൾ പറയുന്ന, കുട്ടനാടിനെക്കുറിച്ച് പല കഥകൾ പറയുന്ന, തലയെടുപ്പുള്ള പേരുള്ള വള്ളംകളി നടക്കുന്ന ചാനലാണ് ലീഡിംഗ് ചാനൽ. നമ്മൾക്ക് പുതിയൊരു വള്ളംകളി വിശേഷവുമായി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.